ജടായുഗതി. ഇങ്ങനെ ചരിക്കുമ്പോൾ കാണായി അവരൊരു മണ്ണിലുഴലുന്ന ഘോരമാം രൂപം. ക്രവ്യാതൻ തന്നെന്ന് ചിന്തിച്ചിട്ടവനെ നിർവഹണം ചെയ്യുവാനൊരുങ്ങി ശ്രീരാമൻ. പേടിച്ചരണ്ട വിഹംഗമത് രൂപം സാധു ത്രാണനം ചെയ്യുന്ന രാമനെ കണ്ട്, ദ്വേഷനല്ല ഞാൻ തവ ദാസേയനായ താർക്ഷ്യൻ ജടായു തന്നെ എന്നോതി. കണ്ഠകൻ രാവണൻ കണ്ടകൻ രാവണൻ നിന്റെ പത്നിയായ ഭൗമിയെയും കൊണ്ടങ്ങ് ആകാശമാർഗെ കൊണ്ടുപോയ കാര്യം ചൊല്ലുവാനായി ഈ മഞ്ഞിതിൽ വീണു കിടക്കുന്നു ഞാൻ. ലോകപാലകനാകും നിന്നെ ഭജിച്ച് പരമാനന്ദം പൂണ്ട് നിവസിച്ചു ഞാനെന്നും. എൻ അന്ത്യത്തിൽ നിന്നെ കാണായ മൂലം നിൻ തിരുപാദത്തിൽ ചേർന്നിടും ഞാൻ. ഇത്തം പറഞ്ഞ ഗൃധ്രം ജടായുവങ്ങത്യയം പ്രാപിച്ചു നിർവാണമിച്ഛിച്ച് പൃഥ്വിയിൽ നിന്നുയിർക്കൊണ്ടു പ്രാണങ്ങൾ പരമാത്മാതലത്തിലെത്തിച്ചേരാനായി. പക്ഷിശ്രേഷ്ഠന്റെ ഗാത്രം ചിത കൂട്ടാൻ വൃക്ഷശിഖരങ്ങളെത്തിച്ച് ലക്ഷ്മണൻ അഗ്നി ജ്വലിപ്പിച്ചു ദഹനക്രിയ ചെയ്ത് പിത്യർത്ഥമായ ക്രിയകൾ ചെയ്തു. അന്നേരം ദിവ്യയാനത്തിൽ കയറി ദിവ്യരൂപിയായ പത്രിപ്രവരൻ ജന്മമൃത്യു ജരാധികനാം രാമനെ തുംഗഭക്തിയോടെ വന്നിച്ചു നിന്നു. പക്ഷിശ്രേഷ്ഠൻ പറഞ്ഞ പ്രകാരേണ രാമലക്ഷ്മണർ ദക്ഷിണദേശേ ചരിക്കുമ്പോൾ രക്ഷോരൂപമായ സത്വത്തെ കണ്ട് തൽക്ഷണം ചാപബാണമെടുത്തവർ. വക്ഷസ്സും വക്ത്രവും ചക്ഷുസ്സുമില്ലാതെ മങ്ങത്യത്ഭുത രൂപം പൂണ്ട സത്വം നമ്മെ ഭക്ഷിക്കും മുമ്പേ വധിക്കേണമുര ചെയ്ത് ഹസ്തങ്ങൾ വെട്ടിമുറിച്ചു ദാശരഥി. അത്ഭുതമെന്ന് ചിന്തിച്ച് രക്ഷോവരൻ ഭക്ത്യാ ചോദിച്ചവരോട്, മമ ഹസ്തഛേദനം ചെയ്യാൻ കഴിവുള്ള വിക്രമന്മാരാം ഭവാന്മാരാരെന്ന് കൽപ്പിക്ക. സാകേതപുരിവാണ ദശരഥരാജൻ തൻ സുതരാകും രാമനും ലക്ഷ്മണനും ഞങ്ങൾ. മായാവിരാക്ഷസൻ കപടരൂപം പൂണ്ട് സീതാപഹരണം നടത്തി നൂനം. അവളെയും തേടി ചരിക്കുന്നു കാനനെ. വികൃതരൂപിയായ നീ ആരെന്നറിയണം. അത് കേട്ടു ചടിതിയിലാ സത്വമുര ചെയ്തു, പുകൾ വെറ്റൊരു വിദ്യാധരനാണ് ഞാൻ. അഞ്ചാമ്പൻ തോൽക്കുമഴകാർന്ന ഞാൻ പണ്ട് സുന്ദരികളൊത്ത് സല്ലാപം ചെയ്യവേ അഷ്ടാവക്രനെന്ന മാമുനിയെ കണ്ട് ഔദ്ധത്യം പൂണ്ടു പരിഹസിച്ചാൻ ദ്രുതം. കോപത്താൽ മാമുനി തൽക്ഷണം തന്നെ ശാപവചസ്സുകൾ ചൊല്ലി ഇതുവിധം, ആശരവർഗത്തിൽ പിറക്കട്ടെ നീ എന്നീ നാശവെടിഞ്ഞ് ഞാൻ അന്വഹമലയുന്നു. മാമുനി തന്നെ പാദം നമിച്ച് ക്ഷമായാചനം ചെയ്തു ഞാൻ. തൽക്ഷണം തന്നെ ത്രേതായുഗത്തിൽ ദേവൻ നാരായണൻ രാമനെന്നാഖ്യയാൽ നിന്നെ ഛേദനം ചെയ്യും. ശാപത്തിൽ നിന്നും മുക്തി ലഭിച്ച അന്ന് നിൻ തേജോരൂപം തിരികെ ലഭിച്ചിടും. അത്രയും കാലമലഞ്ഞിട്ടീ കാനനെ വൃത്തിഹീനം വസിക്ക നീ സന്തതം. ഇങ്ങനെ വസിക്കുന്ന കാലം ഒരു ദിനമംഗം കുറിച്ചു ഞാൻ സംക്രന്ദനോട്. എന്റെ ശിരസ്സറുത്തെങ്കിലും വിധിവശാൽ അന്തം ഭവിച്ചില്ലെനിക്ക് നിർണയം. എന്റെ കാൽപ്പത്തിയും വക്രവുമെല്ലാം എന്നുത്തമമായ ജഠരത്തിൽ വെച്ച് എൻ ഹസ്തേന നിത്യകർമ്മവും ചെയ്ത് വൃത്തിഹീനം വസിക്കുന്നു ഞാൻ വിഭോ. കബന്ധഗതി. അങ്ങ് കനിഞ്ഞിട്ട് എന്നെ ദഹിപ്പിച്ചെൻ സ്വരൂപം എനിക്കേകൂ ഭഗവാനേ.
നിന്നുടെ പ്രേയസി സീതയെ രാവണൻ കൊണ്ടുപോയ പഥം ഞാൻ കണ്ടുവയ്ക്കാം. ഇങ്ങനെ ചൊല്ലിയ രാക്ഷസദേഹത്തെ ഇന്ധനത്തിൽ വെച്ച് സൗമിത്രി ലക്ഷ്മണൻ വന്യജ്വലിപ്പിച്ച് ദഹിപ്പിച്ച നേരം വിണ്ണിലേക്കുയർന്നൊരു ചാരുരൂപം. ദാശരഥികളെ വന്നിച്ച് ഭക്തിയാ സ്തുതിഗീതങ്ങൾ ചൊല്ലിയ വിദ്യാധരനെ വാസരാധീശൻ പോൽ നിൽക്കുന്ന രാമൻ ആശ്ലേഷം ചെയ്ത് സാഫല്യമേകി.